ഹലോ, ഡ്രീം ലൈം മൂവീസ് റിവ്യൂസ് ആൻഡ് റെക്കമെൻഡേഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കവിത പോലെ, ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ മനോഹരമായ ചിത്രം. നല്ല സിനിമകളെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത് 2024 മാർച്ചിൽ റിലീസ് ചെയ്ത ലാപത ലേഡീസ് എന്ന ഹിന്ദി ചിത്രത്തെക്കുറിച്ചാണ്. അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ റാവോ സംവിധാനം ചെയ്ത ചിത്രമാണ് ലാപത ലേഡീസ്. കിരൺ റാവോ എന്ന സംവിധായിക നീണ്ട 14 വർഷത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ലാപത ലേഡീസ് എന്ന വാക്കിന്റെ അർത്ഥം ലോസ്റ്റ് ലേഡീസ് എന്നാണ്. അതെ, ചില നഷ്ടപ്പെടലുകളും നഷ്ടപ്പെടുത്തലുകളും ചില കണ്ടെത്തലുകളും. വിവാഹം കഴിഞ്ഞ് വധുവുമായുള്ള ട്രെയിൻ യാത്രയിൽ വധുവിനെ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? അതും ഒന്നല്ല, ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന 2 പേരുടെ ഭാര്യമാരെയാണ് കാണാതാവുന്നത്. ഈ സംഭവങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. പല ചിത്രങ്ങളിലും ഫെമിനിസം എന്ന ആശയം പറയാൻ വേണ്ടി പറയുമ്പോൾ ഈ ചിത്രത്തിൽ വളരെ പക്വതയോടുകൂടി വളരെ നാച്ചുറലായിട്ട് ഫെമിനിസം എന്ന ആശയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വയം പര്യാപ്തതയുടെ ആവശ്യതയെക്കുറിച്ചും വ്യക്തമായൊരാശയം ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, സ്ത്രീധനം, ഓർഗാനിക് ഫാമിംഗ് എന്നീ മേഖലകളെക്കുറിച്ചും ചിത്രം സംസാരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ നിഷ്കളങ്കയായ പെൺകുട്ടി ഫൂൽകുമാരി, അവളുടെ ജീവിതത്തിന്റെ പ്രകാശമായി മാറിയ വരൻ ദീപക്, പേരിൽ തന്നെ വിജയം കൊണ്ടു നടക്കുന്ന ശക്തമായ കഥാപാത്രമായ ജയ, മഞ്ജുമായി, ശ്യാം മനോഹർ, പൂനം, പ്രദീപ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രതിഭ രത്ന അവതരിപ്പിക്കുന്ന ജയയും നിതാൻഷി ഗോയൽ അവതരിപ്പിക്കുന്ന ഫൂൽകുമാരി എന്ന കഥാപാത്രങ്ങളുമാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടേഴ്സ്. ട്രെയിൻ ഇറങ്ങാനുള്ള തിരക്കിനിടയിൽ ആളുമാറിയാണ് ദീപക് ജയയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെയാണ് ഫൂൽകുമാരിക്ക് തൻ്റെ ഭർത്താവായ ദീപകിനെ നഷ്ടമാകുന്നത്. എന്നാൽ ജയ ബോധപൂർവമാണ് ദീപകിന്റെ കൂടെ ഇത്തരത്തിലൊരു ഒളിച്ചോട്ടം നടത്തിയതെന്ന് സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഈ 2 നഷ്ടപ്പെടലുകളും ചില കണ്ടെത്തലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഫൂൽകുമാരിയെ സംബന്ധിച്ച് തൻ്റെ വ്യക്തിത്വം അഥവാ എക്സിസ്റ്റൻസ് എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നു. ജയയെ സംബന്ധിച്ച് അവളുടെ സ്വപ്നങ്ങളും. ദീപക് എന്ന കഥാപാത്രം ജയയുടെയും ഫൂൽകുമാരിയുടെയും ജീവിതത്തിന് വഴികാട്ടിയായി മാറുമ്പോൾ ജയയും മഞ്ജുമായും ചുറ്റുമുള്ളവർക്ക് വെളിച്ചം വീശുകയാണ്. സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ ഫൂൽകുമാരിയെ മഞ്ജുമായി പഠിപ്പിക്കുന്നു. തനിക്ക് വീട്ടുജോലി ചെയ്യാൻ അറിയാമെന്നും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ അറിയാമെന്നും ഫൂൽകുമാരി അഭിമാനത്തോടെ പറയുമ്പോൾ, നിനക്ക് നിന്റെ വീട്ടിലേക്കുള്ള അഡ്രസ്സ് ഇത്രയും കാലമായി അറിയില്ലേ എന്ന് മഞ്ജുമായി ചോദിക്കുന്നു. ഇത്രയും കാലം സമൂഹം തന്നെ വിഡ്ഢിയാക്കുകയായിരുന്ന സത്യം ഫൂൽകുമാരി ആ നിമിഷം തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ആശയത്തെക്കുറിച്ചും സെൽഫ് ലവ് എന്നതിനെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ ചുറ്റുമുള്ളവരിൽ എത്തിക്കാൻ ജയ എന്ന കഥാപാത്രത്തിനും സാധിക്കുന്നുണ്ട്. സിറ്റുവേഷണൽ കോമഡിയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക. കോമഡി പറഞ്ഞ് പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയല്ല, മറിച്ച് കഥയോട് ചേർന്ന് നർമ്മ സംഭാഷണങ്ങൾ വഴിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ശ്യാം മനോഹർ എന്ന ഇൻസ്പെക്ടറിന്റെ കഥാപാത്രവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ ഭംഗിയും പശ്ചാത്തല സംഗീതവും ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഒരു ഡയലോഗുണ്ട്, ഡോണ്ട് അപ്പോളജൈസ് ഫോർ ഹാവിങ് എ ഡ്രീം. ഒരു സ്വപ്നം ഉണ്ടായിരിക്കുന്നതിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക്, സ്വപ്നം തേടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും. കണ്ടു നോക്കൂ. താങ്ക് യു.